വാർദ്ധക്യത്തെ തടയുന്ന രഹസ്യങ്ങൾ. ആഹ്ലാദകരമായ ദീർഘായുസ്സിനുള്ള ചെറിയ കാര്യങ്ങൾ. ആയുസ്സിന്റെ ഗതിവേഗം. ഒരു നൂറ്റാണ്ടിലേറെയായി ഓരോ വർഷവും നമ്മുടെ പ്രതീക്ഷിത ആയുർദൈർഘ്യത്തിൽ ശരാശരി 0.3 വർഷം കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഓരോ വർഷവും നമ്മുടെ പ്രതീക്ഷിത ആയുർദൈർഘ്യത്തിൽ 1 വർഷം കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? താത്വികമായി പറഞ്ഞാൽ ജീവശാസ്ത്രപരമായി അമരത്വം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അതായത് ആയുസ് അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ച് അതിന്റെ ഗതിവേഗം കൈവരിക്കും. ആയുസിന്റെ ഗതിവേഗവും മുയലുകളും. ഭാവിയിൽ നിങ്ങളുടെ മരണം സംഭവിക്കാൻ ഇടയുള്ള പ്രായം സങ്കല്പിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ഓരോ വർഷവും നിങ്ങൾ ആ പ്രായത്തോട് അടുത്തുകൊണ്ടിരിക്കും. ആ അക്കത്തിൽ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ മരിക്കും. ഒരു മുയലിന് ഇത്തരമൊരു ആയുസിന്റെ പ്രായം സങ്കല്പിച്ചു നൽകുക. അത് ഭാവിയിലേക്ക് സഞ്ചരിക്കുന്നു എന്നും കരുതുക. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഓരോ വർഷവും മുയൽ പാതി വർഷം അകലെയായിരിക്കും. അല്പം കഴിഞ്ഞാൽ നിങ്ങൾ മുയലിനൊപ്പം എത്തും, മരിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വർഷത്തിനും തുല്യമായ വർഷത്തിന്റെ ഗതിവേഗത്തിൽ മുയലിന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ഒരിക്കലും മുയലിനെ പിടികൂടാനാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും മരിക്കുകയുമില്ല. മുയൽ ഭാവിയിലേക്ക് സഞ്ചരിക്കുന്ന വേഗം എന്നത് നമ്മുടെ സാങ്കേതിക വിദ്യയാണ്. ശരീരവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയുടെയും അറിവിന്റെയും കാര്യത്തിൽ നാം എത്രത്തോളം മുന്നേറുന്നുവോ അത്രയും വേഗത്തിൽ മുയലിന്റെ സഞ്ചാരവേഗം കൂട്ടാൻ നമുക്ക് കഴിയും. വാർദ്ധക്യത്തിന്റെ അനിയന്ത്രിതമായ ഗതിവേഗം എന്നത് മുയൽ വേഗത്തിൽ പ്രതിവർഷം സഞ്ചരിക്കുന്ന നിമിഷമാണ്. അങ്ങനെ നാം അമരത്വമുള്ളവരായി മാറും. റേ കുർസ്വെയിൽ, ഓബ്രെ ദെ ഗ്രേ എന്നിവരെ പോലുള്ള ദീർഘദൃഷ്ടിയുള്ള ഗവേഷകർ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദശാബ്ദങ്ങൾക്കകം നാം അനിയന്ത്രിതമായി ഈ ഗതിവേഗത്തിൽ എത്തിച്ചേരും. എന്നാൽ മറ്റ് ശാസ്ത്രജ്ഞർ ഇതേക്കുറിച്ച് അത്ര ശുഭാപ്തി വിശ്വാസമുള്ളവരല്ല. അവർ പറയുന്നത് നമുക്ക് ഒരു പരിധി വരെയുള്ള ദീർഘായുസിലെ എത്താനാകൂ എന്നാണ്. എത്ര തന്നെ സാങ്കേതിക വിദ്യ നമ്മെ തുണച്ചാലും പരമാവധി പ്രായത്തെ നമുക്ക് കവച്ചു വെക്കാനാകില്ല. ഉദാഹരണത്തിന് 120 വർഷങ്ങൾക്കു ശേഷം നമ്മുടെ കോശങ്ങൾ അവയുടെ പുനർജനി അവസാനിപ്പിക്കുന്നതായി ചില ജീവശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നു. സജീവ മനസ്സ്, യൗവനയുക്തമായ ശരീരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന ചൊല്ല് പ്രസക്തമാണ്. മനസ്സും ശരീരവും ഒരേപോലെ പ്രധാനമാണ് എന്നാണ് ഇതിനർത്ഥം. ഒന്നിന്റെ ആരോഗ്യം മറ്റൊന്നിന്റേതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഊർജ്ജസ്വലമായ ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരുന്ന ഒരു മനസ്സ് യൗവനം നിലനിർത്തുന്നതിൽ പ്രധാന ഘടകമാണ്. യൗവനയുക്തമായ മനസ്സ് നമ്മളെ ആരോഗ്യകരമായ ജീവിത ശൈലിയിലേക്ക് നയിക്കുന്നു. അത് പ്രായമാകലിനെ സാവധാനത്തിലാക്കുന്നു. ശാരീരിക വ്യായാമമില്ലായ്മ നമ്മളുടെ ശരീരത്തെയും മനോഭാവത്തെയും പ്രതികൂലമായി ബാധിക്കുന്നത് പോലെ മാനസികമായ വ്യായാമമില്ലായ്മ നമുക്ക് ദോഷം ചെയ്യും. കാരണം അത് നമ്മുടെ ന്യൂറോണുകളെയും ന്യൂറോൺ കണക്ഷനുകളെയും നശിപ്പിക്കും. തൽഫലമായി ചുറ്റുപാടുകളോട് പ്രതികരിക്കാനുള്ള നമ്മുടെ ശേഷി ഇല്ലാതാകും. അതുകൊണ്ട് പ്രത്യേകം ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: നിങ്ങളുടെ തലച്ചോറിനെ സദാ പ്രവർത്തന നിരതമാക്കി സൂക്ഷിക്കുക. മാനസിക വ്യായാമം എന്ന വിഷയത്തിൽ വിദഗ്ധനാണ് ഇസ്രായേൽ ന്യൂറോളജിസ്റ്റായ ഷ്ലാമോ ബ്രെസ്നിറ്റ്സ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമനുസരിച്ച് തലച്ചോറിന് ശരിയായി പ്രവർത്തിക്കാൻ ധാരാളം ഉത്തേജനം ആവശ്യമാണ്. സ്പാനിഷ് ടെലിവിഷൻ പരിപാടിയായ റെഡിസിനു വേണ്ടി എഡ്വേർഡ് പെൻസൈറ്റുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ചിലരെ സംബന്ധിച്ച് നല്ലത് എന്താണ് അവർക്ക് വേണ്ടത് എന്നീ കാര്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഒരു കാരണമുണ്ട്. ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായവർ, അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിൽ ചില ശീലങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ അതിന് പിന്നീട് ഒരിക്കലും അതേക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. ശീലമായ കാര്യങ്ങൾ വേഗത്തിലും ഫലപ്രദമായും തനിയെ ചെയ്തുകൊണ്ടിരിക്കും, പലപ്പോഴും നല്ല രീതിയിൽ തന്നെ. ഇത് സ്ഥിരമായ വഴികളിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കും. ഈ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയണമെങ്കിൽ തലച്ചോറിന് ഇതിൽ നിന്ന് ഭിന്നമായ ഒരു പുതിയ വിവരം ലഭിച്ചിരിക്കണം. പുതിയ വിവരം ലഭിച്ചാൽ തലച്ചോറ് അതുമായി ബന്ധപ്പെട്ട പുതിയ ബന്ധങ്ങളിലേക്ക് വികസിക്കും. അതുവഴി ബുദ്ധി ചലനാത്മകമാകും. അതുകൊണ്ടാണ് മാറ്റത്തിനെ അഭിമുഖീകരിക്കുക എന്നത് അതിപ്രധാനമാണ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ സുഖകരമായ പാതയിലൂടെയുള്ള സഞ്ചാരത്തിൽ നിന്ന് പുറത്തു കടന്നെത്താണെങ്കിൽ പോലും അത് അല്പം ആശങ്ക നിങ്ങൾക്കുണ്ടാക്കുമെങ്കിലും മാറ്റത്തിന് അഭിമുഖം നിൽക്കുക തന്നെ വേണം. മാനസിക പരിശീലനത്തിന്റെ സ്വാധീനം ശാസ്ത്രീയമായി തന്നെ തെളിയിക്കാൻ കഴിയും. കോളിൻസ് ഹെമിംഗ്വേ, ഷ്ലാമോ ബ്രെസ്നിറ്റ്സ് എന്നിവർ മാക്സിമം ബ്രെയിൻ പവർ,
ചാലഞ്ചിങ് ദി ബ്രെയിൻ ഫോർ ഹെൽത്ത് ആൻഡ് വിസ്ഡം എന്ന പുസ്തകത്തിൽ പറയുന്നത് മാനസിക പരിശീലനം നിരവധി തലങ്ങളിൽ ഗുണകരമാണ് എന്നാണ്. ആദ്യ തവണ ചില പ്രവർത്തനങ്ങളിലൂടെ തലച്ചോറിന് വ്യായാമം നൽകുക. ആദ്യം അത് വളരെ വിഷമകരമായി തോന്നും, എന്നാൽ പരിശീലിച്ചാൽ നന്നായി ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ തവണ അത് ഒന്നുകൂടി എളുപ്പമായി തോന്നും, കാരണം അത് ചെയ്യുന്നതിൽ നിങ്ങൾ അല്പം കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടാകും. ഈ പരിശീലനം ഒരു വ്യക്തിയുടെ മനോഭാവത്തിൽ വിസ്മയകരമായ സ്വാധീനമുണ്ടാക്കും. അതിന്റെ ഗുണഫലം മാത്രമല്ല, അത് ചെയ്യുന്ന ആളുടെ പ്രതിച്ഛായയെയും അത് സ്വാധീനിക്കും. മാനസിക പരിശീലനത്തെക്കുറിച്ചുള്ള ഈ വിവരണം ചിലപ്പോൾ ഔപചാരികമായി തോന്നാം, പക്ഷേ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ, ഉദാഹരണത്തിന് ഒരു കളി കളിക്കുമ്പോൾ പുതിയ ഉത്തേജനങ്ങൾ ഉണ്ടാകുന്നു. ഒറ്റപ്പെടുന്നത് വഴിയുണ്ടാകുന്ന വിഷാദത്തെ ഈ ഉത്തേജനം തടയുന്നു. 20കളിൽ തന്നെ നമ്മുടെ ന്യൂറോണുകൾ പ്രായമാകാൻ തുടങ്ങും. ഈ പ്രായമാകലിന്റെ വേഗം ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലൂടെയും ഉണർവിലൂടെയും പഠിക്കാനുള്ള ആഗ്രഹത്തിലൂടെയും സാവധാനത്തിലാക്കാം. പുതിയ സാഹചര്യങ്ങളുമായി ഇടപഴകുക, ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക, കളിക്കുക, മറ്റുള്ളവരുമായി ബന്ധപ്പെടുക എന്നിവ മനസ്സിന്റെ വാർദ്ധക്യത്തെ തടയാൻ കഴിയുന്ന അത്യാവശ്യ കാര്യങ്ങളാണ്. കൂടാതെ ഇക്കാര്യത്തിലുള്ള കൂടുതൽ പോസിറ്റീവായ കാഴ്ചപ്പാട് മാനസികമായി ഏറെ നേട്ടങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കും. പിരിമുറുക്കം ദീർഘായുസ്സിനെ കൊല്ലുന്ന കുറ്റവാളി. നിരവധി പേർ അകാലത്തിൽ വൃദ്ധരായവരാണ്. ഇതേക്കുറിച്ച് ഗവേഷണങ്ങൾ കാണിക്കുന്നത് മാനസിക പിരിമുറുക്കം അകാല വാർദ്ധക്യത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് എന്നതാണ്. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശരീരം കൂടുതൽ വേഗത്തിൽ ക്ഷീണിക്കും. മാനസിക പിരിമുറുക്കമാണ് ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതെന്ന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രെസ് അതിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഹീഡൽബർഗ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ട്. ജോലിക്കായുള്ള ഇന്റർവ്യൂവിനെത്തിയ ഒരു യുവ ഡോക്ടറിലായിരുന്നു അവരുടെ പരീക്ഷണം. 30 മിനിറ്റ് കൊണ്ട് അതിസങ്കീർണമായ ചില ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം അവർ അദ്ദേഹത്തിന്റെ രക്തസാമ്പിൾ എടുത്തു. രക്തപരിശോധനയിൽ കണ്ടെത്തിയത് ഇതായിരുന്നു: അദ്ദേഹത്തിന്റെ ആന്റിബോഡികൾ രോഗാണുക്കളോട് പ്രതികരിച്ച അതേ വിധത്തിൽ തന്നെയായിരുന്നു ഒരു മാനസിക പിരിമുറുക്കമുള്ള സന്ദർഭത്തോടും പ്രതികരിച്ചത്. പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന പ്രോട്ടീനുകളെ അത് പ്രവർത്തന സജ്ജമാക്കി. എന്നാൽ പ്രശ്നം ഇതായിരുന്നു: ഈ പ്രതികരണം ദോഷകരമായ ഏജന്റുകളെ നിർവീര്യമാക്കുക മാത്രമല്ല, അത് ആരോഗ്യമുള്ള കോശങ്ങളെ കൂടി നശിപ്പിച്ചു കളഞ്ഞു. അത് ആ കോശങ്ങളെ അകാല വാർദ്ധക്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയും സമാന പഠനം നടത്തിയിട്ടുണ്ട്. മക്കളുടെ രോഗം മൂലം ഉയർന്ന തോതിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന 39 അമ്മമാരുടെ വിവരങ്ങളും സാമ്പിളുകളും ശേഖരിച്ചായിരുന്നു പഠനം. ആരോഗ്യമുള്ള മക്കളുള്ളവരും മാനസിക പിരിമുറുക്കം കുറഞ്ഞവരുമായ അമ്മമാരുടെ സാമ്പിളുകളുമായി ഇത് താരതമ്യം ചെയ്തപ്പോൾ ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞു. ക്രോമസോമിന്റെ സങ്കീർണ ഘടനയുള്ള ഭാഗം ടിലോമിയേഴ്സ് എന്ന കോശഭാഗത്തെ ദുർബലമാക്കി കോശത്തിന്റെ വാർദ്ധക്യത്തെ മാനസിക പിരിമുറുക്കം ദ്രുതഗതിയിലാക്കുന്നു. ഇത് നമ്മുടെ കോശങ്ങളുടെ നാശവും അതിവേഗമുള്ള വാർദ്ധക്യത്തിനും ഇടയാക്കുന്നു. പഠനത്തിൽ വെളിപ്പെട്ടതുപോലെ മാനസിക പിരിമുറുക്കം എത്ര കൂടുന്നുവോ അത്രയും വേഗം കോശങ്ങൾ വാർദ്ധക്യത്തിലേക്ക് സഞ്ചരിക്കും. മാനസിക പിരിമുറുക്കത്തിന്റെ പ്രത്യാഘാതങ്ങൾ. ഇന്ന് ആളുകൾ ഭ്രാന്തമായ വേഗത്തിലും മത്സരത്തിൽ അധിഷ്ഠിതമായ അവസ്ഥയിലുമാണ് ജീവിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മാനസിക പിരിമുറുക്കം എന്നത് ഇത്തരം അപകടകരവും സങ്കീർണവുമായ അവസ്ഥകളോടുള്ള ശരീരത്തിന്റെ സാധാരണ പ്രതികരണം മാത്രമായി തീരുന്നു. സൈദ്ധാന്തികമായി ഇതൊരു ഗുണകരമായ പ്രതികരണമായി എടുക്കാം, കാരണം അത് വിഷമകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കും. അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം വിഷമകരമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ പ്രതികരണങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തും. അത് നമ്മളെ വേട്ടയാടാൻ എത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ഒഴിവ് കഴിവായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ തലച്ചോറിൽ വിസ്ഫോടനം സൃഷ്ടിക്കുന്ന ഒരു അലാറം ന്യൂറോണുകൾ വഴി നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകളെ പ്രവർത്തന നിരതമാക്കും. അത് കോർട്ടിക്കോട്രോപ്പിൻ പോലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോണുകൾ നാഡീവ്യവസ്ഥ വഴി ശരീരത്തിലൂടെ പ്രവഹിക്കും. അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിനും കോർട്ടിസോളും പുറത്തുവിടും. അഡ്രിനാലിൻ നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്കും നാഡിമിടിപ്പും ഉയർത്തും. നമ്മുടെ മാംസപേശികളെ പ്രവർത്തന സജ്ജമാക്കും. ആസന്നമായ അപകടത്തെ നേരിടാൻ അതുവഴി ശരീരം സജ്ജമാകും. കോർട്ടിസോൾ, ഡോപ്പാമൈൻ, ബ്ലഡ് ഗ്ലൂക്കോസ് എന്നിവ കൂടുതലായി തുറന്നുവിടാൻ സഹായിക്കും. ഇത് നമ്മളെ വീണ്ടും ഉത്തേജിതരാക്കും, വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്തു നൽകും. ഗുഹാജീവികൾ, ആധുനിക മനുഷ്യർ. ഗുഹാജീവികൾ ഏറെ സമയവും പിരിമുറുക്കമില്ലാത്ത അവസ്ഥയിലാണ്. ആധുനിക മനുഷ്യർ ഏറെ സമയവും ജോലി ചെയ്യുന്നു. എല്ലാ ഭീഷണികളെക്കുറിച്ചും മുന്നറിയിപ്പുണ്ട്. ഗുഹാജീവികൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നു.
ആധുനിക മനുഷ്യർ ദിവസത്തിൽ 24 മണിക്കൂറും അവരുടെ സെൽഫോണുകളിൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു, സദാ ഓൺലൈനിൽ. ഗുഹാജീവികൾ ഭീഷണി തൊട്ടുമുന്നിൽ. ഏതു നിമിഷവും ശത്രുജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാം. ആധുനിക മനുഷ്യർ സെൽഫോണിന്റെ മണിമുഴക്കവുമായോ ഇമെയിൽ സന്ദേശവുമായോ തലച്ചോറ് ബന്ധപ്പെട്ടിരിക്കുന്നു, ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ. ഗുഹാജീവികൾ ഭീഷണി ഉണ്ടാകുമ്പോൾ ഉയർന്ന അളവിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നിവ ഉണ്ടാകുന്നു. അത് ശരീരത്തെ ആരോഗ്യകരമായി സൂക്ഷിക്കുന്നു. ആധുനിക മനുഷ്യർ താഴ്ന്ന അളവിൽ കോർട്ടിസോൾ ശരീരത്തിലൂടെ സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഗുരുതര വൃക്കരോഗം പോലുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയുമായി. വിഷമകരമായ ഇത്തരം സാഹചര്യങ്ങൾ മിതമായ അർത്ഥത്തിൽ ഗുണകരമാണ്. ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികൾ അതിജീവിക്കാൻ ഇത് സഹായിക്കുന്നു. നേരെ മറിച്ച് ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന മാനസിക പിരിമുറുക്കം വ്യക്തമായും ദോഷം ചെയ്യുന്നതാണ്. ദീർഘകാലം തുടരുന്ന മാനസിക പിരിമുറുക്കം നശീകരണ സ്വാധീനമാണ് ശരീരത്തിൽ ഉണ്ടാക്കുക. ഓർമ്മകളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകൾക്കുണ്ടാകുന്ന ആഘാതം, ചില ഹോർമോണുകളെ തടഞ്ഞു വെക്കുക, അവയുടെ അസാന്നിധ്യത്തിലുണ്ടാകുന്ന വിഷാദാവസ്ഥ എന്നിവ ഇതുമൂലമുണ്ടാകും. മാനസിക പിരിമുറുക്കത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അമിത ദേഷ്യം, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുണ്ടാകും. മനസ്സിനെയും ശരീരത്തെയും സജീവമാക്കി നിലനിർത്താൻ വെല്ലുവിളികൾ ആവശ്യമാണെങ്കിലും ശരീരത്തിന്റെ അകാല വാർദ്ധക്യം ഒഴിവാക്കാൻ കഴിയും വിധം ഉയർന്ന തോതിൽ മാനസിക പിരിമുറുക്കമുണ്ടാക്കുന്ന ജീവിതശൈലിയെ ക്രമീകരിക്കേണ്ടതുണ്ട്. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നാം അഭിമുഖീകരിക്കുന്ന ഭീഷണി യഥാർത്ഥത്തിലുള്ളതോ അല്ലാത്തതോ ആകട്ടെ, അവ മൂലമുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം എളുപ്പം തിരിച്ചറിയാൻ കഴിയും. അവ ആശങ്കയുണ്ടാക്കും എന്നു മാത്രമല്ല, ശാരീരിക രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് നമ്മുടെ ദഹന പ്രക്രിയയെ മുതൽ തൊലിയെ വരെ ബാധിക്കും. അതുകൊണ്ടാണ് മാനസിക പിരിമുറുക്കം തടയുന്ന കാര്യങ്ങൾ അതിപ്രധാനമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ പരിശീലിക്കാൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള മാർഗം നമ്മുടെ വ്യക്തിത്വത്തെ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കണം. അവ നമ്മുടെ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവയാണെങ്കിലും അവയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം. ഈ വഴിയിലൂടെ നമുക്ക് ഇവയുമായി ബന്ധപ്പെടാൻ കഴിയും. അനിയന്ത്രിതമായി ചിന്തകൾക്ക് പരിധി കൽപ്പിക്കാനും കഴിയും. അന്തമില്ലാത്ത വളവിൽ കിടന്ന് തിരിയുന്നതിൽ നിന്ന് നമുക്ക് ഒരു ഓട്ടോ പൈലറ്റിനെ തിരിച്ചുവിടാൻ കഴിയണം. നമുക്കെല്ലാവർക്കും അറിയാം, ഫോണിൽ സംസാരിക്കുമ്പോഴോ വാർത്ത കാണുമ്പോഴോ ആളുകൾ സ്നാക്സ് കഴിക്കാറുണ്ട്. ഇപ്പോൾ കഴിച്ച ഓംലെറ്റിൽ ഉള്ളി ചേർത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കൂ, അവർക്കത് പറയാൻ കഴിയില്ല. റോബർട്ടോ അൽസിബർ പറഞ്ഞതാണിത്. അതിവേഗ ജീവിതത്തെയും അസഹ്യമായ മാനസിക പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുന്ന രോഗാവസ്ഥയെയും നേരിടാൻ പഠിപ്പിക്കുന്ന ഒരു സർട്ടിഫൈഡ് പരിശീലകനാണ് അദ്ദേഹം. ധ്യാനമാണ് ശ്രദ്ധ വീണ്ടെടുക്കുവാനുള്ള വഴികളിലൊന്ന്. ബാഹ്യലോകത്ത് നിന്ന് നമ്മളിൽ എത്തുന്ന വിവരങ്ങളെ അരിച്ചെടുക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു. ശ്വസന വ്യായാമം, യോഗ, ബോഡി സ്കാൻ എന്നിവയിലൂടെ ഇത് സാക്ഷാത്കരിക്കാൻ കഴിയും. തുടർച്ചയായ പരിശീലനത്തിലൂടെ ശ്രദ്ധ കൈവരിക്കാൻ കഴിയും. അതേസമയം ചെറിയൊരു പരിശീലനം കൊണ്ട് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയും. അതുവഴി മാനസിക പിരിമുറുക്കം കുറയ്ക്കാം, ദീർഘകാലം ജീവിച്ചിരിക്കാനും കഴിയും. ചെറിയ മാനസിക പിരിമുറുക്കം നല്ലതാണ്. കടുത്ത മാനസിക പിരിമുറുക്കം ആയുസ്സിന്റെ ശത്രുവായാണ് അറിയപ്പെടുന്നത്. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന്റെയും എന്നാൽ ചെറിയ അളവിലുള്ള മാനസിക പിരിമുറുക്കത്തിന് ചില ഗുണഫലങ്ങളുണ്ട്. 20 വർഷം ഒരു കൂട്ടം പഠന സാമഗ്രികളെ നിരീക്ഷിച്ചതിൽ നിന്ന് റിവർസൈഡ് കാലിഫോർണിയ സർവകലാശാലയിലെ ഡോക്ടർ ഹൊവാർഡ് എസ് ഫ്രീഡ്മാൻ എന്ന സൈക്കോളജി പ്രൊഫസർ കണ്ടെത്തിയ കാര്യം ഇതാണ്. ചെറിയ അളവിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ വെല്ലുവിളികളെ നേരിടുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും അവരുടെ പ്രവൃത്തികളുമായി ബന്ധിപ്പിക്കുന്നു, വിജയം നേടുന്നു. നേരത്തെ വിരമിച്ച് കൂടുതൽ ആയാസകരമായ ജീവിതം നയിക്കുന്നവരെക്കാൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് അദ്ദേഹം സംഗ്രഹിക്കുന്നത് ഇതാണ്: ചെറിയ അളവിലുള്ള മാനസിക പിരിമുറുക്കം അനുകൂലമായ കാര്യമാണ്. നാം ചെറിയ തോതിലുള്ള മാനസിക പിരിമുറുക്കവുമായി ജീവിച്ചാൽ ആരോഗ്യകരമായ പല സ്വഭാവങ്ങളും വികസിപ്പിച്ചെടുക്കാൻ കഴിയും. പുകവലിയിൽ നിന്ന് മുക്തനാകാനും കഴിക്കുന്ന മദ്യത്തിന്റെ അളവ് കുറയ്ക്കാനും കഴിയും. ഈ വസ്തുത പരിഗണിച്ചാൽ 110 വയസ്സിലേറെ ജീവിച്ചിരിക്കുന്ന നിരവധി പേരുടെ ഈ പുസ്തകത്തിന് വേണ്ടി ഞങ്ങൾ കണ്ട് സംസാരിച്ചവർ തീവ്രമായ ജീവിതവും വാർദ്ധക്യത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും കണ്ടാൽ ഒരു അത്ഭുതവും തോന്നില്ല. ധാരാളം ഇരിക്കുന്നത് നിങ്ങളെ അകാല വാർദ്ധക്യത്തിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് കായികാധ്വാനത്തിനോട് വിമുഖത കൂടി വരികയാണ്. ഇത് ഉയർന്ന രക്തസമ്മർദ്ദം,
പൊണ്ണത്തടി തുടങ്ങി ആയുസ്സിനെ കുറയ്ക്കുന്ന നിരവധി രോഗങ്ങൾക്കിടയാക്കുന്നു. ജോലിസ്ഥലത്തോ വീട്ടിലോ ദീർഘനേരം ഇരിക്കുന്നത് പേശികളുടെയും ശ്വസനേന്ദ്രിയങ്ങളുടെയും ഫിറ്റ്നസിനെ ബാധിക്കുക മാത്രമല്ല, വിശപ്പ് വർദ്ധിപ്പിക്കുകയും എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ആഗ്രഹത്തിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യുന്നു. ശരീരം അനങ്ങാതെ ഒരിടത്തു തന്നെ ഇരിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം, അമിത ഭക്ഷണം, ഹൃദയത്തിന്റെയും രക്തധമനികളുടെയും തകരാറ്, അസ്ഥിക്ഷതം എന്നിവയ്ക്ക് മാത്രമല്ല ചിലതരം ക്യാൻസറിന് വരെ കാരണമാകുന്നു. സമീപകാല പഠനങ്ങൾ കാണിക്കുന്നത് ശാരീരിക അധ്വാനമില്ലാത്തത് പ്രതിരോധ സംവിധാനത്തിലെ ടിലോമിയേഴ്സിന്റെ കോശഭാഗങ്ങൾ നാശത്തിനിടയാക്കുമെന്നാണ്. ഇത് ആ കോശങ്ങളുടെ വാർദ്ധക്യത്തിനിടയാക്കും. അതിലൂടെ ആ ജീവി തന്നെ വാർദ്ധക്യത്തിലേക്ക് വീണുപോകും. പ്രായമായവരിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇതൊരു പ്രശ്നമാണ്. ശരീരം അനങ്ങാത്ത കുട്ടികൾക്ക് പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ ഒരു ജീവിത രീതി വികസിപ്പിച്ചെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ശരീരമനക്കി എന്തെങ്കിലും ചെയ്യുന്നത് അത്ര വിഷമകരമായ കാര്യമല്ല. അതിന് ചെറിയ ചില ശ്രമങ്ങൾ മതി. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളും അകത്തും പുറത്തും നമുക്ക് നന്നായി അനുഭവപ്പെടാൻ കൂടുതൽ സജീവമായ ജീവിതശൈലി സ്വായത്തമാക്കേണ്ടതുണ്ട്. നമ്മുടെ ദൈനംദിന സ്വഭാവങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. ജോലിക്ക് നടന്നു പോകുക, അല്ലെങ്കിൽ ദിവസവും 20 മിനിറ്റെങ്കിലും നടക്കുക. ഒരു യന്ത്രഗോവണിക്ക് പകരം നിങ്ങളുടെ കാലുകൾ ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ അവയവങ്ങൾക്കും പേശികൾക്കും ശ്വസന സംവിധാനത്തിനും ശരീരത്തിലെ മറ്റ് നിരവധി കാര്യങ്ങൾക്കും നല്ലതാണ്. ടെലിവിഷന് മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് പകരം സാമൂഹികവും വിനോദപരവുമായ പരിപാടികളിൽ പങ്കെടുക്കുക. കൃത്രിമ ഭക്ഷണങ്ങൾക്കു പകരം പഴങ്ങൾ ഉപയോഗിക്കുക. സ്നാക്കുകളുടെ ഉപയോഗം കുറച്ച് നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് കൂടുതൽ പോഷകങ്ങൾ നൽകുക. ആവശ്യത്തിന് സമയം ഉറങ്ങുക. ദിവസം 7 മുതൽ 9 മണിക്കൂർ നല്ലതാണ്. എന്നാൽ അതിലും അധികമായാൽ അത് അപകടകരമാണ്. കുട്ടികളുമായും വളർത്തുമൃഗങ്ങളുമായും കളിക്കുക, അല്ലെങ്കിൽ സ്പോർട്സ് ടീമുകളിൽ പങ്കാളികളാവുക. ഇത് ശരീരത്തിന് ബലം നൽകുക മാത്രമല്ല, മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും ആത്മാഭിമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ അപകടകരമായ എന്തെങ്കിലും സ്വഭാവങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. അവയെ മാറ്റി പകരം കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവരിക. ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ശേഷം നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് പുതുക്കാം. അതുവഴി നമുക്ക് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഒരു മോഡലിന്റെ ഏറ്റവും മികച്ച രഹസ്യം: നമുക്ക് പ്രായമാകുന്നത് പല വിധത്തിലാണ്. ആന്തരികമായും ബാഹ്യമായും, ശാരീരികമായും മാനസികമായും. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട് സാധാരണ പറയുന്ന കാര്യം ആളുകളുടെ തൊലിയെക്കുറിച്ചാണ്. പ്രായമേറുന്തോറും തൊലിയുടെ ഉപരിതലത്തിൽ പലവിധ ചുളിവുകളും നിറം മാറ്റങ്ങളും പ്രത്യക്ഷപ്പെടും. മോഡലുകളായി ജീവിക്കുന്നവരിലേറെയും അവകാശപ്പെടുന്നത് ഒരു ഫാഷൻ ഷോയ്ക്ക് മുമ്പ് രാത്രി 9 മുതൽ 10 മണിക്കൂറുകൾ ഉറങ്ങാറുണ്ട് എന്നാണ്. ഇത് അവരുടെ തൊലിയെ മുറുകിയതും ചുളിവുകളില്ലാത്തതുമാക്കും. അതിന് ആരോഗ്യകരമായ ഒരു തരം തിളക്കവും നൽകും. വാർദ്ധക്യം തടയുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് ഉറക്കം എന്ന് ശാസ്ത്രം പറയുന്നു. കാരണം നാം ഉറങ്ങുമ്പോൾ മെലോട്ടോണിൻ എന്ന ഒരു തരം ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുന്നു. പകലും രാത്രിയുമുള്ള നമ്മുടെ ജീവിതക്രമത്തിനനുസരിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ സിറോട്ടോണിൻ എന്ന വസ്തുവിൽ നിന്നാണ് പീനിയൽ ഗ്രന്ഥി ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഉറക്കത്തിലെയും ഉണർച്ചയിലെയും ജീവിതക്രമങ്ങളിൽ ഒരു പങ്ക് വഹിക്കുന്നു. അതിശക്തമായ ആന്റി ഓക്സിഡന്റായ മെലാട്ടോണിൻ നമ്മളെ കൂടുതൽ കാലം ജീവിക്കാൻ സഹായിക്കുന്നു. ഒപ്പം ഈ ഗുണങ്ങളും നൽകുന്നു. പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ക്യാൻസറിനെ തടയുന്ന ഒരു ഘടകം ഇതിലുണ്ട്. ഇൻസുലിന്റെ സ്വാഭാവിക ഉൽപാദനത്തെ സഹായിക്കുന്നു. അൽഷിമേഴ്സ് രോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു. അസ്ഥിക്ഷയം തടയുന്നു. ഹൃദ്രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് മെലാട്ടോണിൻ എന്ന ഹോർമോൺ യൗവനം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ വസ്തുവാണ്. അതേസമയം 30 വയസ്സ് കഴിഞ്ഞാൽ മെലാട്ടോണിൻ ഉൽപാദനം കുറയും. ഈ നഷ്ടം നമുക്ക് നികത്താൻ കഴിയും. സന്തുലിതമായ ഒരു ഭക്ഷണ രീതി, കൂടുതൽ കാൽഷ്യം ഉപയോഗിക്കുക, ദിവസവും മിതമായ തോതിൽ സൂര്യപ്രകാശം ഏൽക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, മാനസിക പിരിമുറുക്കം, മദ്യം, പുകയില, കഫീൻ എന്നിവ ഒഴിവാക്കുക. ഇതെല്ലാം രാത്രി നല്ല വിശ്രമം ലഭിക്കുന്നതിന് വിഷമകരമാക്കും. നമുക്ക് ആവശ്യമായ മെലാട്ടോണിനെ ഇല്ലാതാക്കും. മെലാട്ടോൺ ഉൽപാദനം കൃത്രിമമായി കൂട്ടി വാർദ്ധക്യത്തിന്റെ വേഗം കുറയ്ക്കാമോ എന്നും വിദഗ്ധർ പരിശോധിച്ചിട്ടുണ്ട്. ഇത് ഒരു സത്യത്തിന് സ്ഥിരീകരണം നൽകി. നമ്മുടെ ദീർഘായുസിന്റെ രഹസ്യം നമ്മുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്തുന്ന മനോഭാവങ്ങൾ. മനസ്സിന് ശരീരത്തിനുമേൽ അതിന്റെ പ്രായത്തിനുമേൽ അസാമാന്യ നിയന്ത്രണമുണ്ട്.
മിക്കവാറും ഡോക്ടർമാർ അംഗീകരിക്കുന്ന ഒരു കാര്യം, ശരീരത്തിന്റെ യൗവനം കാത്തുസൂക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം മനസ്സിനെ ഊർജ്ജസ്വലമാക്കി വെക്കുക എന്നതാണ്. ഇക്കിഗായിയുടെ ഒരു പ്രധാന ഘടകം നമ്മുടെ ജീവിതത്തിലുടനീളം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അതിന് കീഴടങ്ങാതിരിക്കുക. യെഷിവ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയത് ദീർഘകാലം ജീവിച്ചിരിക്കുന്നവർക്ക് പൊതുവായി 2 സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും എന്നാണ്. പോസിറ്റീവ് മനോഭാവം, ഉയർന്ന അളവിലുള്ള വൈകാരിക അവബോധം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വെല്ലുവിളികൾ പോസിറ്റീവ് മനോഭാവത്തോടെ അഭിമുഖീകരിക്കുന്നവർക്കും വൈകാരികതയെ പക്വമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർക്കും നല്ല ആയുസ്സുണ്ടായിരിക്കും. ആത്മസംയമനത്തോടെയുള്ള മനോഭാവം, തിരിച്ചടിയെ പ്രസന്നതയോടെ നേരിടുക, നിങ്ങളെ ഒരു യുവാവായിരിക്കാൻ സഹായിക്കും. ഇത്തരമൊരു മനോഭാവം ഉത്കണ്ഠയുടെയും മാനസിക പിരിമുറുക്കത്തിന്റെയും അളവ് കുറയ്ക്കും. സ്വഭാവത്തിന് സ്ഥിരത നൽകും. തിരക്കില്ലാത്ത ജീവിതം നയിക്കുന്ന അവധാനതാപൂർണമായ ജീവിത രീതിയുള്ള ചില സംസ്കാരങ്ങളിൽ ഇത് കാണാൻ കഴിയും. 100 വർഷവും അതിലേറെയും ജീവിച്ചിരിക്കുന്ന നിരവധി പേരിൽ ഈ സവിശേഷതകൾ കാണാം. വിഷമകരമായ സന്ദർഭങ്ങളിൽ അവർ തെളിഞ്ഞ സമൃദ്ധമായ ജീവിതം നയിച്ചവരാണ്. വെല്ലുവിളികളെ എങ്ങനെ പോസിറ്റീവ് മനോഭാവത്തോടെ നേരിടാം എന്നതിനെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. മറിച്ച് പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ അവർ തകർന്നു പോകുകയല്ല ചെയ്തത്. 2014 ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രായമുള്ള ആളായിരുന്നു അലക്സാണ്ടർ ഇമിച്ച്. പ്രായം 111. ദീർഘായുസ് നൽകുന്ന മികച്ച ജനിതക ഘടകങ്ങൾ തന്നിലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒപ്പം മറ്റു ചില ഘടകങ്ങളും തന്റെ ദീർഘായുസിന് കാരണമായിട്ടുണ്ട്. ദീർഘായുസ് ഉണ്ടാകുന്നതിൽ നിങ്ങളുടെ ജീവിത രീതിക്ക് ജനിതകത്തിന് തുല്യമോ അതിലേറെയോ പ്രാധാന്യമുണ്ട്. റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് 2014 ഗിന്നസ് ബുക്കിൽ ചേർക്കപ്പെട്ടു. ദീർഘായുസിനെ കുറിച്ചൊരു ഗീതകം. ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരുടെ ഗ്രാമമെന്ന നിലയ്ക്ക് ഗിന്നസ് ബുക്ക് റെക്കോർഡുള്ള ഒഗിമയിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ 100ാം വയസ്സിലേക്ക് കടക്കുന്ന ഒരു സ്ത്രീ ജാപ്പനീസും നാടോടി ഭാഷയും കലർന്ന മിശ്ര ഭാഷയിൽ ഒരു പാട്ട് പാടിത്തന്നു. ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും ദീർഘായുസിനും എല്ലാത്തിന്റെയും ഒരു നുള്ളു കഴിക്കുക, ആസ്വദിച്ച് നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക, എന്നിട്ട് നടക്കാൻ പോവുക. ഓരോ ദിവസവും ഞങ്ങൾ പ്രസന്നതയോടെയാണ് ജീവിക്കുന്നത്. ഈ യാത്ര ഞങ്ങൾ ആസ്വദിക്കുന്നു. ആരോഗ്യമുണ്ടാകാൻ ദീർഘായുസിന് ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും നന്നായി ഇടപെടുന്നു. വസന്തം, ഗ്രീഷ്മം, ശരൽക്കാലം, ശൈത്യം, എല്ലാ ഋതുഭേദങ്ങളും ഞങ്ങൾ ആഹ്ലാദത്തോടെ ആസ്വദിക്കുന്നു. രഹസ്യം എന്താണെന്ന് വെച്ചാൽ, വിരലുകൾക്ക് എത്രമാത്രം പ്രായമായി എന്ന വിചാരത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിയാറില്ല. വിരലുകൾ മുതൽ തല വരെ തിരിച്ച് വീണ്ടും നിങ്ങളുടെ വിരലുകളുടെ പ്രവർത്തനത്തിനൊത്ത് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ 100 വർഷങ്ങൾ നിങ്ങൾക്കരികിലേക്ക് വരും. ഇനി നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് അടുത്ത അധ്യായത്തിലേക്ക് പേജ് മറിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക്സ്.